എല്ലാവർക്കും വന്ദനം. യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ വിളിക്കപ്പെട്ട ഓരോ വ്യക്തികളും കർത്താവിന് ഏറ്റവും വിലപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരും വ്യക്തിപരമായി കർത്താവ് തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരായിട്ട് ഒരു വീട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാറില്ല ചില സമയങ്ങളിൽ. എന്നാൽ ഈ ഭൂമിയിൽ നിന്നിലേക്ക് വരുന്നതും പോകുന്നതും വ്യക്തിപരമാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാകും നമ്മൾ ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് പോകുന്നു. ഇതിൽ നിന്നറിയാം ദൈവത്തിൻ്റെ വ്യക്തിപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് നാം ആദ്യം നമ്മെ ബഹുമാനിക്കാൻ പഠിക്കണം. ഞാൻ ദൈവത്തിൻ്റെ വിലപ്പെട്ട തിരഞ്ഞെടുപ്പാണെന്ന് ഓരോ വ്യക്തികളും അവരവരെ അംഗീകരിക്കണം. ഞാൻ ദൈവത്തിന് വളരെ വിലയേറിയ വ്യക്തിയാണ്. ഒരുപക്ഷെ വീട്ടിൽ ആരും വില കൽപ്പിക്കുന്നുണ്ടാവില്ല. ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു വിലയില്ല, ഭാര്യയുടെ മുമ്പിൽ വിലയില്ല, മാതാപിതാക്കൾ വില കൽപ്പിക്കുന്നില്ല. സമൂഹത്തിൽ വില കൽപ്പിക്കാൻ പറ്റിയതൊന്നും ജീവിതത്തിൽ എത്തിപ്പിടിക്കാൻ പറ്റിയില്ല. ഇതൊന്നും വിഷയമല്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ വിലയേറിയവരാണ്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വില കുറഞ്ഞ, ഭൂമിയിൽ ഏറ്റവും വില കൂടിയതാണ്, എന്നാൽ അതിനെ ബൈബിൾ പറയുന്നു പൊന്നുവെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തത്, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. നിങ്ങൾ ഏറ്റവും വിലയേറിയവരാണ്. ഭൂമിയിൽ ഏറ്റവും വിലയേറിയ പൊന്നും വെള്ളി ഇവയേക്കാൾ വില നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. നിങ്ങളുടെ വില യേശുവിനോളം വിലയാണ്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ആരാ? തൻ്റെ ഏകജാതനായ പുത്രനോളം വിലയുള്ളവരാണ് നാം. അതുകൊണ്ട് നമ്മെ യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച നമ്മെ പിതാവാം ദൈവം കാണുന്നത് പുത്രന് തുല്യം, യേശു ക്രിസ്തുവിന് തുല്യമായി നമ്മെ കാണുന്നു എന്ന ഈ വേദപുസ്തക സത്യം നമ്മുടെ ഹൃദയത്തിൽ ശരിക്കൊന്ന് ചലിച്ചാൽ നമുക്ക് ദൈവത്തെ പാടാനും സ്തുതിക്കാനും ഹൃദയംഗമായി ആരാധിക്കാനും അവനെ സേവിക്കാനും നമുക്ക് കഴിയും. ഈ ഭൂമിയിൽ ആരും നമ്മെ ഇതുപോലെ വിലയുള്ളവരായി കണ്ടില്ല. ദാവീദിന്റെ മാതാപിതാക്കൾ വിലയേറിയവനായി കണ്ടില്ല. എന്നാൽ ദൈവം അവനെ ഒരു രാജാവായി കണ്ടു. അവൻ്റെ സഹോദരന്മാരോ മാതാപിതാക്കളോ അവനെ വിലപ്പെട്ടതായി കണ്ടില്ല. എന്നാൽ ദൈവം അവനെ ഒരു രാജാവ്, രാജ്യത്തെ ഏറ്റവും വിലപ്പെട്ടവനായി അവനെ കണ്ടു. ഇതുപോലെ നമ്മെ കർത്താവ് ഏറ്റവും വിലയേറിയ വ്യക്തിയായി കണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനൊരു ജീവിതം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. ധൈര്യപ്പെടുക. അതിനുവേണ്ടിയാണ് ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങൾ അറിയണം, നിങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ട വ്യക്തിയാണ്. അത് ഈ സമൂഹം കാണുന്ന ഒരു ദിവസം വരും. ദാവീദിനെ ആദ്യം ദൈവം മാത്രമേ കണ്ടുള്ളൂ, പിന്നത്തേതിൽ ആ രാജ്യം മുഴുവൻ കണ്ടു. ഇതുപോലെ ദൈവം കണ്ട വ്യക്തി സമൂഹത്തിൽ ഏറ്റവും വിലയേറിയ വ്യക്തിയായി മാറും. വിശ്വസിക്കാം. ചേർന്ന് പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. God, I look to you. I won't be overwhelmed. Give me vision to see things like you do. And God, I look to you. You're where my help comes from. Give me wisdom to know just what to do. And God, I look to you. I won't be overwhelmed. Give me vision to see things like you do. And God, I look to you. You're where my help comes from. Give me wisdom to know just what to do. And I will love you, Lord, my
forever all my days I will love you, Lord. And God, I look to you. I won't be overwhelmed. Give me vision to see things like you do. And God, I look to you. You're where my help comes from. Give me wisdom to know just what to do. And I will love you, Lord, my strength. And I will love you, Lord, my shield. And I will love you, Lord, my rock, forever all my days. And I will love you, Lord. സ്നേഹിക്കുന്ന യേശുവേ, സ്നേഹിക്കുന്ന കർത്താവേ, സ്നേഹിക്കുന്ന നാഥനേ, എൻ ജീവകാലമെല്ലാം സ്നേഹിച്ചിടും ഞാൻ. Hallelujah, our God reigns. Hallelujah, our God reigns. Hallelujah, our God reigns. Forever all my days. Hallelujah, 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 our God reigns. Hallelujah, our God reigns. Hallelujah, our God reigns. Forever all my days. Hallelujah, യേശു വാഴുന്നു. Hallelujah, യേശു വാഴുന്നു. Hallelujah, യേശു വാഴുന്നു. Hallelujah, യേശു വാഴുന്നു. എന്നും എന്നേക്കും യേശു വാഴുന്നു. സ്നേഹിക്കുന്ന യേശുവേ, സ്നേഹിക്കുന്ന കർത്താവേ, സ്നേഹിക്കുന്ന നാഥനേ, എൻ ജീവകാലമെല്ലാം സ്നേഹിച്ചിടും ഞാൻ. ദൈവവചന ധ്യാനത്തിലേക്ക് വരാം. ദൈവവചന ധ്യാനം എന്ന് പറഞ്ഞാൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനത്തെ, ദൈവമാകുന്ന വചനത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഈ ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അവിടെ സ്ഫോടനാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ജീവിതം മാറി മറിയും. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടായെങ്കിൽ ദൈവവചനം പറഞ്ഞുണ്ടായ അനുഗ്രഹങ്ങളാണ്. ഈ ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാമല്ലോ. 1 ശമൂവേൽ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാം വാക്യത്തിൽ ശത്രുക്കളായ ഫെലിസ്ത്യർ ഇസ്രായേൽ ജനത്തിന് നേരെ യുദ്ധം ചെയ്യാൻ വരുന്ന സമയമാണ്. ഈ സമയത്ത് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ പെട്ടകവുമായി പാളയത്തിൽ വന്ന് വലിയ ആർപ്പ് വിളി ഉയർന്നപ്പോൾ ഫെലിസ്ത്യർ പേടിച്ചുപോയി. ദൈവത്തിൻ്റെ പെട്ടകം പാളയത്തിൽ വന്നാൽ
പിന്നെ ജയം ഉറപ്പാണ്. എന്നാൽ ഫെലിസ്ത്യർ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യമാണ് ഞാൻ വായിക്കുന്നത്. ഫെലിസ്ത്യരുടെ നേതാക്കന്മാർ പറഞ്ഞു, 1 ശമൂവേൽ 4:9, ഫിലിസ്ത്യരെ ധൈര്യം പൂണ്ട് പുരുഷത്വം കാണിപ്പീൻ. എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരുന്നത് പോലെ നിങ്ങൾ അവർക്ക് ആകരുത്. പുരുഷത്വം കാണിച്ച് പൊരുതുവിനെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പുരുഷത്വം കാണിച്ച് പൊരുതുവാൻ ആ വാക്ക് അവരെ ചലിപ്പിച്ചു. തോറ്റുകൊടുക്കരുത്, ദാസന്മാരാകരുത്. ഒരിക്കലും മറ്റൊരാളുടെ ദാസനാകരുത് എന്ന് അവരെടുത്ത തീരുമാനം അതവരെ ജയത്തിലേക്ക് നയിച്ചു. അവർ ജയത്തിലേക്ക് പോകാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദൈവത്തിൻ്റെ പെട്ടകവുമായി വന്ന ഈ ദൈവജനം പാപികളായിരുന്നു. അന്നത്തെ പുരോഹിതനായിരിക്കുന്ന ഏലി പുരോഹിതന്റെ മക്കൾ ഹൊഫ്നിയും ഫിനഹാസും ദേവാലയത്തിൽ പാപം ചെയ്യുന്ന മഹാപാപികളായിരുന്നു. ദേവാലയം അശുദ്ധി കൊണ്ട് നിറച്ചവരായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞു. ബൈബിളിൽ പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം രക്ഷ പ്രാപിക്കാനുള്ളവർക്ക് അത് ദൈവശക്തിയാണ്. യഹോവയുടെ പെട്ടകം ഓബേദേദോമിന്റെ വീട്ടിൽ വന്നു. അത് രക്ഷ പ്രാപിക്കാനുള്ള കുടുംബമായിരുന്നു. അവർക്കത് വിടുതലായി. 3 മാസം കൊണ്ട് ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ ഏലി പുരോഹിതന്റെ മക്കൾക്ക് ഈ പെട്ടകം മരണമായി മാറി. ഇസ്രായേൽ ജനത്തിന് ഈ പെട്ടകം പരാജയവും മരണവുമായി മാറി. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവവചനപ്രകാരം ജീവിക്കാത്തവരാണെങ്കിൽ ഈ മാർഗത്തിലും നമ്മൾ തോറ്റുപോകും. ദൈവമക്കളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ജയമായില്ല. ദൈവമക്കൾ നടക്കേണ്ട വഴിയുണ്ട്. ആ വഴി വിട്ടു പോയാൽ എല്ലാവരും അപകട പ്രതിസന്ധിയിലെത്തും. ഈ സമയത്താണ് ഫെലിസ്ത്യർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ധൈര്യപ്പെട്ട് പുരുഷത്വം കാണിപ്പിൻ. അവരുടെ ദാസന്മാരായി തീരരുത്. അവരെടുത്ത തീരുമാനം. ശത്രുക്കൾ പോലും, എന്തിന് പിശാച് പോലും ഒറ്റക്കെട്ടായിട്ടല്ല നിൽക്കുന്നേ. അതുകൊണ്ടാണ് യേശുവിനെ പരീശന്മാരെ പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂബിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ഉടനെ യേശു പറഞ്ഞു, ഒരു രാജ്യം തന്നെത്താൻ ഛിദ്രിച്ചാൽ അതിന് നിലനിൽപ്പില്ല. ഛിദ്രത, ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. പിശാചിന് പോലും യൂണിറ്റി ഉണ്ട്. എന്നാൽ കൊരിന്ത്യ സഭയിലോട്ട് നോക്കുമ്പോൾ പൗലോസിന്റെ പക്ഷം, അപ്പല്ലോസിന്റെ പക്ഷം, കേഫാവിന്റെ പക്ഷം, കുറെ പേര് പറഞ്ഞ് ഞങ്ങൾ യേശുവിൻ്റെ ആൾക്കാരാണ്. 4 ചേരി. പിശാചിന് പോലും അങ്ങനെയില്ല. ഒരു വീട്ടിൽ അപ്പനും അമ്മയും 2 ഗ്രൂപ്പാക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ പോലും കുഞ്ഞുങ്ങൾ 2 ചേരിയായി തിരിയും. അമ്മയുടെ കൂടെ ഒറ്റക്കെട്ടായി നിന്ന് അപ്പനെ തള്ളിക്കളയുന്ന തലമുറ കുടുംബം, അപ്പൻ്റെ കൂടെ നിന്ന് അമ്മയെ തള്ളിക്കളയുന്ന കുടുംബം, ഇതെല്ലാം ഇന്ന് ഈ സമൂഹത്തിൽ കാണുകയാണ്. ഐക്യത വെളിപ്പെടുത്തേണ്ട ഇടമാണ് കുടുംബജീവിതം. അവിടെ ധൈര്യപ്പെട്ട് പുരുഷത്വം കാണിക്കാൻ കഴിയാതെ കുടുംബനാഥനും കുടുംബവും തകർന്നു പോകുന്ന കാഴ്ച കാണും. എന്നാൽ ഇവിടെ നോക്ക്, ശത്രുക്കൾ പോലും അവർ ബലപ്പെടുന്നത് ഒറ്റക്കെട്ടായി ഒരു തീരുമാനത്തോടെ പുരുഷത്വം കാണിക്കുമ്പോഴാണ്. ശത്രുക്കൾ ആയിരുന്ന ഫെലിസ്ത്യർ അങ്ങനെ പറഞ്ഞ് യുദ്ധം ചെയ്ത് അന്ന് വലിയ പരാജയം ഇസ്രായേലിനുണ്ടായി. പെട്ടകം പിടിക്കപ്പെട്ടു. ഹൊഫ്നിയും ഫിനഹാസും ഏലി പുരോഹിതന്റെ മക്കൾ കൊല്ലപ്പെട്ടു. ഈ വാർത്ത കേട്ട് ഏലി പുരോഹിതൻ കസേരയിൽ നിന്ന് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. ഫിനഹാസിന്റെ ഭാര്യ ഗർഭിണിയാണ്, പൂർണ്ണ ഗർഭിണിയാണ്. ഈ വാർത്ത കേട്ട്, പെട്ടകം പിടിക്കപ്പെട്ടു എന്ന വലിയ വാർത്ത കേട്ട് വീണ് പ്രസവിച്ച് ജനിച്ച കുഞ്ഞിനെ ഈഖാബോദ് എന്ന് പേരിട്ടു. എന്താണ് അതിൻ്റെ അർത്ഥം? മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. അപ്പോൾ ഒരു ദൈവ പൈതൽ അറിയണം, നാം ദൈവത്തിന് വേണ്ടി പരമാർത്ഥതയോടെ നിന്നില്ലെങ്കിൽ ശത്രുക്കൾ ഒറ്റക്കെട്ടായി വന്ന്
തകർത്തെറിയും എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ സഭ ഒറ്റക്കെട്ടായി നിന്നാൽ, കുടുംബങ്ങൾ കൈകോർത്ത് ഒറ്റക്കെട്ടായി പ്രാർത്ഥന നിരതരായാൽ, രണ്ടുപേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് നിന്നാൽ ലഭിക്കാത്തതായിട്ടൊന്നുമില്ലെന്ന് നമ്മുടെ കർത്താവ് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഐക്യത എന്നുള്ളത്, ഒരുമിച്ച് നിന്ന് പുരുഷത്വം കാണിക്കുക എന്നുള്ളത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹമാണ്. അത് ശത്രുവിൻ്റെ പദ്ധതിയല്ല. മറ്റൊരു വാക്യം ഞാൻ വായിക്കട്ടെ. 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ ആ വാർദ്ധക്യകാലത്ത് ശലോമോനോട് പറയുന്നൊരു വാക്കുണ്ട്. ദാവീദിന് മരണകാലം അടുത്തപ്പോൾ അവൻ തൻ്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഞാൻ സകല ഭൂസീമാ വാസികളുടെയും വഴിയായി പോകുന്നു, നീ ധൈര്യം കൊണ്ട് പുരുഷനായിരിക്കുക. ദാവീദിന് അടുത്ത രാജാവാകുന്ന ശലോമോനോട് പറയാനുള്ളത്, ഒന്ന്, നീ ധൈര്യം ഉള്ളവനാകുക. അടുത്തത്, നീ പുരുഷനായിരിക്കുക. എന്താണ് പുരുഷൻ? പുരുഷൻ എന്ന് പേരിട്ടാൽ പുരുഷനാകും? ഇല്ല. ദൈവമാക്കിയ അധികാരത്തിൽ നിൽക്കുക, അതാണ് പുരുഷത്വം. പുരുഷത്വം എന്ന് പറയുന്നതിന്, ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ പുരുഷന്റെ ലക്ഷണങ്ങൾ എനിക്ക് പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. മുൻകഷണ്ടി, ഒരു വലിയ വയറ്, മുണ്ട്, കട്ടി മീശ. ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ അതായിരുന്നു പുരുഷത്വം. കാലം മാറി, ഇപ്പോഴത്തെ പുരുഷത്വം വേറെ രീതിയാണ്. ജീൻസ് പാൻറ്റും 6 പാക്കും, വലിയ വയറൊന്നുമല്ല, 6 പാക്കൊക്കെയാണ് ഇപ്പോഴത്തെ നല്ല മസിൽ. ഇതൊക്കെ വേണം. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പുരുഷത്വം മനുഷ്യരുടെ ഇടയിൽ വ്യത്യസ്തമായി മാറി മാറി വരും. എന്നാൽ ദൈവവചനത്തിൽ പുരുഷത്വമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അധികാരത്തിൽ, ദൈവമാക്കിയ അധികാരത്തിൽ നിൽക്കണം. ദാവീദ് ഭയമുള്ള ശലോമോനോട് പറയുകയാണ്, ഞാൻ മനുഷ്യർ പോയ വഴിയിലൂടെ പോവുകയാണ്. എന്നാൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ, നീണ്ട 40ഓളം വർഷം ഈ രാജ്യം ഭരിച്ചപ്പോൾ, ഞാൻ ധൈര്യമുള്ളവനായി പുരുഷത്വം കാണിച്ചു. ദാവീദിൻ്റെ ആ അചഞ്ചലമായ ധൈര്യവും ദൈവമാക്കിയ അധികാരത്തിലുള്ള ഉറപ്പും അവനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാതെ ദൈവത്തിൻ്റെ കൃപയിൽ അവനെ ബലപ്പെടുത്തിയെടുത്തു. മാത്രമല്ല, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചതുകൊണ്ട് ദൈവം അവനോട് പറഞ്ഞു, നിന്റെ സിംഹാസനത്തിൽ രാജാക്കന്മാർ സ്ഥിരമായിട്ടുണ്ടാകും. വാഗ്ദത്തങ്ങളുടെ ഒരു പെരുമഴ തന്നെ ദാവീദിൻ്റെ മേൽ പെയ്തിറങ്ങി അടുത്ത തലമുറയ്ക്ക് വേണ്ടി. അറിയണം, ദൈവത്തിന് വേണ്ടി പുരുഷത്വം കാണിക്കുന്ന, ധൈര്യപ്പെട്ട് നിൽക്കുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി ഉറപ്പുള്ളവനായി നിൽക്കുന്ന, പുരുഷത്വം കാണിക്കുന്ന ഒരു വ്യക്തിയായ ദാവീദിന് വേണ്ടി തലമുറകൾക്ക് പോലും ഭാവി ഉറപ്പിച്ചു കൊടുത്തു. ഫിലിസ്തീനെന്താ പറഞ്ഞത്? നമുക്ക് പുരുഷത്വം കാണിച്ചുറച്ചു നിൽക്കാം. ശത്രു പോലും നല്ല ഗുണങ്ങളെടുത്ത് അവർ വിജയികളാകുമ്പോൾ, ഇത് ദൈവിക ഗുണമാണ് പുരുഷത്വം കാണിക്കൽ എന്നുള്ളത് ഒരു ദൈവ പൈതൽ തിരിച്ചറിയുന്നത് എത്ര നന്നായിരിക്കും. മറ്റൊരു വാക്യം 1 കൊരിന്ത്യ ലേഖനം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. പൗലോസ് എന്താ പറയുന്നത്? ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ. അപ്പൊ പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലുള്ളവരും എന്നെ ദൈവമാക്കിയ സ്ഥാനത്ത് ഞാൻ നിൽക്കും. ദൈവമാക്കിയ സ്ഥാനത്ത്. ശലോമോനെ, ഞാൻ ഇപ്പോൾ പോവുകയാണ്. ഇതുവരെ ഞാൻ രാജാവായിരുന്നു, ഇനി ആ കസേരയിൽ നീയായിരിക്കുന്നത്. നിനക്ക് എക്സ്പീരിയൻസ് കുറവായിരിക്കും, എന്നാൽ ഞാനാക്കിയ ഒരു അധികാരമുണ്ട്. ആ അധികാരത്തിൽ നിന്ന് നിൽക്കണം. ഇത് കേൾക്കുന്ന ഓരോരുത്തരും അറിയണം, നമ്മെ ഏൽപ്പിച്ച അധികാരത്തിൽ, ആ അധികാരത്തെ നാം ഉറപ്പോടെ ഒന്ന് വെളിപ്പെടുത്തണം. ഇവിടെ പൗലോസ് പറയുകയാണ്, ഉണർന്നിരിക്കുക. ഒരു ഉണർവുണ്ടാകണം. പ്രാർത്ഥന വലിയ ഉണർവ് കൊണ്ടുവരും. എന്താ ഉണർന്നിരിപ്പിൻ എന്ന് പറഞ്ഞാൽ? അത് പ്രാർത്ഥനയാണ്.
എങ്ങനെയാണ് നമുക്ക് ഉണരാൻ കഴിയുന്നത്? പ്രാർത്ഥനയിൽ മാത്രമേ നമുക്ക് ഉണരാൻ കഴിയൂ. ഉണർന്നിരിപ്പീൻ. നമ്മൾക്ക് എപ്പോഴും കേൾക്കാറില്ലേ ഉണർവ്? പ്രാർത്ഥനയാണ് നമ്മുടെ ആത്മമണ്ഡലങ്ങൾ നമുക്ക് തുറന്നു തരുന്നത്. സ്വർഗം തുറന്നിരിക്കും. പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിൽ സ്വർഗം തുറന്നിരിക്കും. നമുക്കൊന്ന് ഉറങ്ങണമെങ്കിൽ ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്യണം, അല്ലേ? ഒരു ഇരുട്ട് വന്നാലേ പലർക്കും ഉറക്കം വരും. എന്നാൽ നട്ടുച്ച പോലത്തെ വെളിച്ചം പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വന്നാൽ ആർക്കും ഉറങ്ങാൻ കഴിയും? അതാണ് ഉണർന്നിരിക്കുക. രാത്രി കഴിവാറായി, പകലോ അടുത്തിരിക്കുന്നു. അപ്പൊ വെളിച്ചത്തിലേക്ക് കൂടുതൽ, നീതിമാന്റെ പാത നട്ടുച്ച പോലെ അധികമധികം വെളിച്ചം വർദ്ധിച്ചു വരുമെന്ന് സദൃശവാക്യത്തിൽ പറയുന്നു. ഇതുപോലെ ഉണർന്നിരിക്കണം. പ്രാർത്ഥന നമ്മെ വലിയ വെളിച്ചത്തിലേക്ക് നയിക്കും. പ്രാർത്ഥന നമ്മെ ആത്മീക വെളിച്ചത്തിലേക്ക് നയിക്കും. പ്രാർത്ഥന നമ്മെ വെളിപ്പാടുകളിലേക്കും ദർശനങ്ങളിലേക്കും നയിക്കും. പ്രാർത്ഥന നമ്മെ ആത്മീക ചലനമുള്ളവരാക്കി മാറ്റും. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. പൗലോസ് മറ്റൊരു ഇടത്ത് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ. എപ്പോഴും നോക്കണം, ഇത് എൻ്റെ വർത്തമാനം വിശ്വാസത്തിൽ നിന്നാണോ? എൻ്റെ പ്രവർത്തികൾ വിശ്വാസത്തിൽ നിന്നാണോ? എൻ്റെ ജീവിതം ബുദ്ധിപരമാണോ? വിശ്വാസത്തിൽ തന്നെയാണോ? എന്നും നാം നമ്മെ ട്യൂൺ ചെയ്തെടുക്കണം വിശ്വാസത്തിൽ. ഓരോ ദിവസവും ബുദ്ധിപരമായ കാര്യത്തിലാണോ നമ്മുടെ സമയം ചെലവഴിക്കുന്നത്? വിശ്വാസത്തിലാണോ? പറയുന്ന വാക്ക്, ഹൃദയത്തിലെ ധ്യാനം, വയ്ക്കുന്ന ചുവടുകൾ വിശ്വാസത്തിനൊത്തവണ്ണമുള്ള ചുവടുകളാണോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കണം. അടുത്തതാണ് പുരുഷത്വം കാണിപ്പിൻ. നമുക്ക് ലഭിച്ച ആ അധികാരമുണ്ടല്ലോ, ആ അധികാരത്തെ, ദൈവമാക്കിയ ആ സ്ഥാനത്ത് അചഞ്ചലമായി നിൽക്കണം. ആർക്കും നമ്മെ തൊടാൻ കഴിയില്ല. നമ്മെ ആക്കിയ സ്ഥാനത്ത് നാം വിശ്വസ്തരായിരിക്കും. നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നാം പുരുഷത്വം കാണിക്കണം. ശലോമോനെ, നീ പുരുഷത്വം കാണിക്കണം. നിന്നെ ആക്കിയ കാര്യത്തിൽ നീ അധികാരി ആയിരിക്കണം. ആദാം പുരുഷത്വം കാണിക്കാൻ ഏദൻ പറുദീസയിൽ അവനെ ആക്കി. നീ വർദ്ധിച്ചു വരും. എന്താണ്? നീ അടക്കി സകലത്തെയും വാഴുവിൻ. പുരുഷത്വം കാണിക്കുക എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവനായി വാഴുക എന്നത്രേ അതിൻ്റെ അർത്ഥം. പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ. അടുത്ത വാക്കതാണ്. എന്താണ്? ശക്തിപ്പെടുവിൻ. നാം തന്നെ ശക്തിപ്പെടണം. ദൈവമേ, നീ എന്നെ ശക്തനാക്കണേ എന്നല്ല. നാം ദൈവസന്നിധിയിൽ വേദപുസ്തകം വായിച്ച് ദൈവസന്നിധിയിൽ രാപ്പകൽ ധ്യാനിക്കുമ്പോൾ തഴച്ചു വളരുന്ന വൃക്ഷം പോലെ നാം ശക്തിയുള്ളവരായി മാറും. അടുത്തത്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ഇത് യേശുവിൻ്റെ സ്വഭാവമാണ്. ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, എല്ലാം സ്നേഹത്തിൽ. കഴിഞ്ഞ ദിവസം ബാബു ചെറിയാൻ പാസ്റ്റർ തൻ്റെ ഒരു അനുഭവം പറഞ്ഞു. ബാബു ചെറിയാൻ എന്ന് പറഞ്ഞാൽ കർത്താവിൽ പ്രസിദ്ധനായ ഒരു ദൈവദാസൻ. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയിൽ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു അയൽവാസി, അവരുമായിട്ട് വഴക്കായിരുന്നു. ബാബു ചെറിയാൻ പാസ്റ്ററിൻ്റെ വീടും മറ്റേ വീടും തമ്മിൽ വലിയ ശത്രുതയായിരുന്നു. എന്നാൽ അപ്പുറത്തെ വീട്ടിൽ അവർക്കെന്തോ അനർത്ഥം വന്നപ്പോൾ അവിടെ ആ വീട്ടിൽ എന്നും പ്രാർത്ഥനയാണ്. അപ്പോൾ ഇവർ തീരുമാനിച്ചു, നമുക്ക് ഈ ശത്രുത്വം വെച്ചുകൊണ്ടിരിക്കാതെ ആ വീട്ടിൽ ചെന്ന് ആ കുടുംബത്തിൽ നമുക്കും ഒരു പങ്കാളിയാകാം. അവർ വളരെ കഷ്ടത്തിലല്ലേ, ശത്രുക്കളാണെങ്കിലും. അങ്ങനൊരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ കൊടുക്കുവാൻ വിശ്വാസികളല്ലാത്ത കാലത്ത് അവരങ്ങോട്ട് കയറി ചെന്നു. ചെല്ലുന്ന വഴിയിൽ അവിടെ ആ മീറ്റിങ്ങിൽ, ആ വീട്ടിൽ ഒരു കനം കുറഞ്ഞ ഒരു ദൈവദാസൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ആ കയറി വരുന്ന വ്യക്തി ശക്തമായി ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു പ്രവാചക ശബ്ദമാണെന്ന് പറഞ്ഞു. ബാബു ചെറിയാൻ എന്ന വ്യക്തി ആ മണ്ണിൽ, വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ആ ദൂതിൻ്റെ മുമ്പിൽ മണ്ണിൽ മുട്ടുകുത്തി ആ ദൂതിൽ സമർപ്പിച്ചു.
പാസ്റ്റർ ബാബു ചെറിയൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്നേഹത്തിൻ്റെ ആ കൂട്ടായ്മ കൊടുക്കുവാൻ ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് സുവിശേഷ വേലയിൽ ഈ അനുഗ്രഹത്തിൽ കാണത്തില്ലായിരുന്നു. നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തെ വളരെ 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 ഉയർച്ചകളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് വളരെ വളരെ സത്യമാണ്. യേശു നമുക്ക് സ്നേഹത്തിൻ്റെ കൂട്ടായ്മ തന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്തു. അതുകൊണ്ട് ചെയ്യുന്നതെല്ലാം വിദ്വേഷത്തോടെ ചെയ്യരുത്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ. ഭാര്യമാരെ, വീട്ടിൽ ചെയ്യുന്നതെല്ലാം ദൈവസ്നേഹത്തിൽ ചെയ്യും. ഭർത്താക്കന്മാരെ, കുടുംബജീവിതം ദൈവസ്നേഹത്തിൽ കൊണ്ടുപോകും. കുഞ്ഞുങ്ങളെ, ആ വീട്ടിൽ ദൈവസ്നേഹം നിങ്ങളിൽ വെളിപ്പെട്ടാൽ മാതാപിതാക്കൾക്ക് നിങ്ങളൊരു ആശ്വാസമാകും. പ്രാർത്ഥിക്കാം, നമുക്ക് വിശ്വസിക്കാം, പുരുഷത്വം കാണിക്കാം. യേശുവേ, ഇന്ന് കേട്ട ഈ വചനം ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകട്ടെ. ഈ മാസം അവരുടെ ജീവിതം ഒരു ടേണിംഗ് പോയിന്റ് ആകട്ടെ. അവരുടെ ജീവിതത്തിൽ കർത്താവുമായി അടിയുറച്ച വിശ്വാസത്തിൽ ഒരു ഉറച്ചു നിൽക്കുന്നവരാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരട്ടെ. രോഗസൗഖ്യങ്ങൾ ഇവരുടെ മേൽ വരട്ടെ. ഇവരുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും ഇപ്പോൾ ഇവരെ വിട്ടുമാറും. എല്ലാ സാമ്പത്തിക മാനസിക പ്രശ്നങ്ങളിൽ പുറത്തു വരട്ടെ. സാമ്പത്തിക വഴികൾ ഇവർക്ക് തുറന്നു കിട്ടട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു എന്തോ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതുപോലെ വചനത്തിൻ്റെ ഒരു നദിയുടെ ഒഴുക്കുണ്ടാകില്ല. വചനം ഒഴുകുമ്പോൾ എനിക്കറിയാം കേൾക്കുന്നവരിൽ എന്തോ കൃപയുടെ മാരി പെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുക. ഇത് കേട്ട നിങ്ങൾ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടവരാണെങ്കിലും ദൈവത്താൽ മാനിക്കപ്പെടുന്നവരത്രേ. ധൈര്യപ്പെടുക. ഈ പ്രാർത്ഥനയുടെ വീഡിയോകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്കൊരുമിച്ച് ദൈവരാജ്യം പണിയാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലസ് യു.